നെർവസ് സിസ്റ്റത്തിൻ്റെ പോർഷൻസിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് ന്യൂറോൺ. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതും ഒക്കെ ചെറിയ ക്ലാസ്സുകളിലേ നിങ്ങൾ പഠിക്കുന്നതാണ്. എന്നാലും നമ്മളിവിടെ ആദ്യം അതിനെപ്പറ്റി ഒരു ഓവർവ്യൂ നടത്തിയ ശേഷം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. So we know that neuron is the structural and functional unit of the entire nervous system. എന്ത് ഒരു ഇൻഫർമേഷൻ ബ്രെയിനിൽ നിന്ന് ഓർഗൻസിലേക്ക് എത്തിക്കണമെങ്കിലും ഒക്കെ ന്യൂറോൺസിൽ കൂടിയാണത് പോകുന്നത്. ഇപ്പോൾ ന്യൂറോൺസിനെ നെർവ് ഫൈബേഴ്സ് എന്നും പറയും. നമ്മൾ മസിൽ ഫൈബറിനെ പറയുന്നത് പോലെ തന്നെ നെർവ് ഫൈബർ എന്നും ഇതിനെ പറയാറുണ്ട്. കാരണം ഇത് ലെങ്തി ആയിട്ടുള്ളൊരു സെല്ലാണ്, നീളം ഉള്ളതോ അല്ലെങ്കിൽ ഫൈബർ ലൈക്ക് ആയിട്ടുള്ള സെൽസാണ്. അതുകൊണ്ടാണ് അതിനെ നെർവ് ഫൈബർ എന്നും പറയുന്നത്. അപ്പം ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് ഫൈബർ രണ്ട് ടേംസ് യൂസ് ചെയ്താലും സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ന്യൂറോൺ ഈസ് ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. അതിൻ്റെ സ്ട്രക്ചറും എല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ സ്ട്രക്ചർ ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. ഇതിൽ ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ന്യൂറോണിന് 3 പാർട്സാണ് വരുന്നത്. ഒന്ന് അതിൻ്റെ സെൽ ബോഡി, പിന്നെ അതിൻ്റെ ആക്സോൺ, പിന്നെ വരുന്നത് ഡെൻഡ്രൈറ്റ്സ്. ഇങ്ങനെ 3 പാർട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ കാണിച്ചിരിക്കുന്ന പാർട്ടാണ് സെൽ ബോഡി. അതിൻ്റെ മെയിൻ പോർഷൻ, ഹെഡ് പോർഷൻ ആണ് സെൽ ബോഡി. ഇതാണ് സെൽ ബോഡി എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ന്യൂക്ലിയസും അതേപോലെ തന്നെ മൈറ്റോകോൺഡ്രിയ, ഗോൾഗി അപ്പാരറ്റസ്, അങ്ങനെ ഒരു സെല്ലിന് വേണ്ടതായിട്ടുള്ള എല്ലാ സെൽ ഓർഗനൽസും ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് സെൽ ബോഡി. സെൽ ബോഡിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്, സോമ, SOMA, സോമ എന്നും പറയും. അതിൽ നിന്നും എറൈസ് ചെയ്യുന്ന ഇതുപോലെ കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും. ആ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഡെൻഡ്രൈറ്റ്സ് ആണ്. ആൻഡ് അതിലെ ഒരെണ്ണം മാത്രം ലെങ്ത്ത് നല്ലപോലെ കൂടുതലായിട്ട് വരുന്നു. ദിസ് വൺ, ദാറ്റ് ഈസ് ദി ആക്സോൺ. അപ്പോൾ ആക്സോൺ പിന്നെ ഒരുപാട് ആക്സോണൈറ്റ്സിൽ അതിൻ്റെ ടെർമിനൽസിൽ ചെന്ന് എൻഡ് ചെയ്യുന്നു. ഈ ആക്സോണൈറ്റ്സ് ആണ് ആക്സോൺ ടെർമിനൽസ് ആയിട്ട് മാറുന്നതും. ഇതിൻ്റെ ഓരോന്നിൻ്റെയും അറ്റത്ത് വി ക്യാൻ സി ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ദി സിനാപ്റ്റിക് നോബ് ഓർ സിനാപ്റ്റിക് എൻഡ് ബൾബ്. പിന്നെ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ന്യൂറോൺ എന്ന് പറയുന്നത് മൈലിനേറ്റഡ് ന്യൂറോൺ ആണ്. കാരണം ഇതിൻ്റെ മുകളിൽ ഈ ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട്, ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ പോലും അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ഉണ്ട്. അതാണ് മൈലിൻ ഷീത്ത്. ഈ കാണിച്ചിരിക്കുന്നതാണ് മൈലിൻ ഷീത്ത്. അപ്പോൾ ഇങ്ങനെ ഇതൊരു മൈലിനേറ്റഡ് ന്യൂറോൺ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരുപാട് മൈലിൻ ഷീത്ത് പ്രസൻ്റ് ആയിരിക്കും. ബട്ട് ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. അത് ഒരു ഒറ്റ ലെയർ ആയിട്ടല്ല കിടക്കുന്നത്, ഓരോരോ പാർട്ട് നമ്മൾ സോപ്പ് പെട്ടികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ മൈലിൻ ഷീത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന മൈലിൻ ഷീത്തിൻ്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ ഓരോരോ സ്പേസസ് ഉണ്ട്. ദോസ് സ്പേസസ് ആർ കോൾഡ് നോഡ്സ് ഓഫ് റാൻവിയർ. അപ്പോൾ അതാണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ സെൽ ബോഡി ആക്സോൺ ആയിട്ട് മാറുന്ന സമയത്ത് അവിടെ ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോണിക്കൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് ആക്സോൺ ഹില്ലോക്ക്, HILLOCK, ആക്സോൺ ഹില്ലോക്ക്. അപ്പോൾ ആക്സോൺ സെൽ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ആക്സോൺ ഹില്ലോക്ക്. അതിനുശേഷമാണ് മൈലിൻ ഷീത്ത് ഫോർമേഷനും എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് വീണ്ടും ഒന്നുകൂടിയും പിക്ചർ കാണിക്കുന്നതാണ്. സോ ദിസ് ഈസ് ദി സെൽ ബോഡി വിത്ത് ദി ന്യൂക്ലിയസ് ആൻഡ് ഓൾ അതർ സ്ട്രക്ചേഴ്സ് ഓർ അതർ സെൽ ഓർഗനൽസ്. പിന്നെ അതിൻ്റെ ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ദിസ് ഈസ് ദി ആക്സോൺ എൻഡ് ചെയ്യുന്നത് ആക്സോണൈറ്റ്സ് ഓർ ആക്സോൺ ടെർമിനൽസ്. പിന്നെ ഇതാണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സ്ട്രക്ചേഴ്സാണ് മൈലിൻ ഷീത്ത്. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ സ്പേസ് ഉണ്ട്. ആ സ്പേസിനെയാണ് നോഡ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത്. അപ്പോൾ മൈലിൻ ഷീത്ത് ഇതൊരു ഇൻസുലേറ്റിംഗ് ലെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കില്ല. മൈലിൻ ഷീത്ത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കാണുന്ന സെൽസാണ് ഷ്വാൻ സെൽസ്. മൈലിൻ ഷീത്ത് ഫോർമേഷന് വേണ്ടി സഹായിക്കുന്ന സെൽസാണ്.
അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഒരു നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ ആണ് അല്ലെങ്കിൽ അൺമൈലിനേറ്റഡ് ന്യൂറോൺ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെൽ ബോഡിയും ബാക്കിയുള്ള എല്ലാ സ്ട്രക്ചേഴ്സും കാണും, ആക്സോണും ഒക്കെ കാണും. ഈ മൈലിൻ ഷീത്ത് അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല എന്ന് മാത്രം. പ്ലെയിൻ ആയിട്ടുള്ളൊരു ആക്സോൺ ആയിരിക്കും കാണുന്നത്. അത് മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ട്രക്ചേഴ്സും സെയിം ആയിരിക്കും. Now moving on to the classification of neurons or nerve fibers. അപ്പോൾ ഒരുപാട് തരത്തിൽ നമ്മൾ ന്യൂറോൺസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, കുറേ ബേസിസിൽ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇസ് ദി സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺസ്. And based on the structure, neurons are classified into 3 as unipolar, bipolar and multipolar neurons. അപ്പോൾ ഇവരുടെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ സെൽ ബോഡിയിൽ നിന്നും എത്രമാത്രം സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ എത്രമാത്രം പ്രോസസ്സസ് അതിൻ്റെ മുകളിൽ നിന്ന് എറൈസ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ സ്ട്രക്ചറലി ന്യൂറോൺസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ യൂണിപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൽ ബോഡിയുടെ ഒരറ്റത്തു നിന്ന് മാത്രം, ഒരേ ഒരു പാർട്ടിൽ നിന്ന് മാത്രം ഒരുമിച്ച് ഒരു ആക്സോണും ഡെൻഡ്രൈറ്റും എറൈസ് ചെയ്യുന്നു. അതാണ് യൂണിപോളാർ ന്യൂറോൺസ്. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ആണ് യൂണിപോളാർ ന്യൂറോൺ. അപ്പോൾ അതിൽ നോക്കൂ, സെൽ ബോഡിയുടെ ഒരു എൻഡിൽ നിന്ന് മാത്രം, ഒരേ ഒരു എൻഡിൽ നിന്ന് മാത്രമാണ് ഒരു ആക്സോൺ എറൈസ് ചെയ്യുന്നു. ആ ആക്സോണിൻ്റെ ഒരറ്റത്ത് ഡെൻഡ്രൈറ്റ്സും മറ്റേ അറ്റത്ത് ആക്സോണൈറ്റ്സും വരുന്നു. അതാണ് യൂണിപോളാർ ന്യൂറോൺസ്. ഇനി ബൈപോളാർ ന്യൂറോൺസ് ആകുമ്പോൾ സെൽ ബോഡിയുടെ 2 ഓപ്പോസിറ്റ് എൻഡ്സിൽ നിന്നും അല്ലെങ്കിൽ 2 ഓപ്പോസിറ്റ് പോൾസിൽ നിന്നും ആക്സോണും ഡെൻഡ്രൈറ്റും എറൈസ് ചെയ്യുന്നു. ഒരു പോളിൽ നിന്ന് ഒരു ഡെൻഡ്രൈറ്റും മറ്റേ പോളിൽ നിന്ന് ഒരു ആക്സോണൈറ്റും അല്ലെങ്കിൽ ആക്സോണും അതിൻ്റെ എൻഡിൽ ആക്സോണൈറ്റ്സുമായിട്ട് എറൈസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ബൈപോളാർ ന്യൂറോൺസ്. ഇനി മൾട്ടിപോളാർ ന്യൂറോൺസ്, നമ്മളൊരു ടിപ്പിക്കൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നേരത്തെ മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പഠിച്ച ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അതൊരു മൾട്ടിപോളാർ ന്യൂറോൺ ആയിരുന്നു. അവിടെ എന്താണെന്ന് വെച്ചാൽ സെൽ ബോഡിയുടെ ഒരുപാട് ഏരിയാസിൽ നിന്നും ബ്രാഞ്ചസ് എറൈസ് ചെയ്യുന്നു. അപ്പോൾ മേജർ പാർട്ടും ഡെൻഡ്രൈറ്റ്സ് ആണ്. സെൽ ബോഡിയുടെ ഒരു മേജർ പോർഷനും ഡെൻഡ്രൈറ്റ്സ് കവർ ചെയ്യുന്നു. അതിൽ നിന്നും ഒറ്റൊരു ആക്സോൺ മാത്രം പുറത്തേക്ക് വന്ന് അത് പിന്നെ ആക്സോണൈറ്റ്സിൽ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ഏരിയാസിൽ നിന്ന് അല്ലെങ്കിൽ കുറേ പോൾസിൽ നിന്നും ബ്രാഞ്ചസ് അറൈസ് ചെയ്യുന്ന ടൈപ്പിനെയാണ് മൾട്ടിപോളാർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 3 ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ബേസ്ഡ് ഓൺ ദി സ്ട്രക്ചർ. ഇത് വീണ്ടും ഒന്നുകൂടിയും കാണിച്ചതാണ്. ഇപ്പോൾ യൂണിപോളാർ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതിൻ്റെ ഒരു എൻഡിൽ നിന്ന് മാത്രമാണ് ആക്സോൺ അറൈസ് ചെയ്തിരിക്കുന്നു. ആ ആക്സോണിൻ്റെ ഒരു എൻഡിൽ ഡെൻഡ്രൈറ്റ്സും മറ്റേ എൻഡിൽ ആക്സോണൈറ്റ്സും വരുന്നു. ബൈപോളാർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 പോൾസ്, ഓപ്പോസിറ്റ് പോൾസിൽ തന്നെയാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് പോൾസിൽ നിന്ന് ഒരു പോളിൽ നിന്ന് ഡെൻഡ്രൈറ്റ് എറൈസ് ചെയ്യുന്നു, മറ്റേ പോളിൽ നിന്നും ആക്സോൺ വന്ന് ആക്സോണൈറ്റ്സിൽ എൻഡ് ചെയ്യുന്നു. മൾട്ടിപോളാർ എന്ന് പറയുമ്പോൾ സെൽ ബോഡിയുടെ ഒരുപാട് ഏരിയാസിൽ നിന്നും ഡെൻഡ്രൈറ്റ്സ് എറൈസ് ചെയ്യുന്നു, ഒറ്റൊരു ആക്സോൺ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു, ദാറ്റ് എൻഡ്സ് ഇൻ ദി ആക്സോണൈറ്റ്സ്. അപ്പോൾ ഇതാണ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺസ്. ഇനി അടുത്തത് പറയുന്നത് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺസ് ആണ്. അപ്പോൾ ഫങ്ഷണലി ന്യൂറോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 types as sensory neuron, motor neuron and association or interneuron. ഇപ്പോൾ സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന എന്തൊരു തരം സെൻസേഷനെയും ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ന്യൂറോണാണ്. ന്യൂറോൺ ദാറ്റ് ക്യാരീസ് സെൻസേഷൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ടു ബ്രെയിൻ. അപ്പോൾ യൂഷ്വലി സെൻസറി ന്യൂറോൺസ് എല്ലാം തന്നെ യൂണിപോളാർ ന്യൂറോൺസ് ആണ് എല്ലാതും. നമ്മുടെ ജനറൽ സെൻസേഷൻസ്, നമുക്ക് 2 തരത്തിലുള്ള സെൻസേഷൻസ് ഉണ്ട്, ജനറൽ സെൻസേഷൻസ് ആൻഡ് സ്പെഷ്യൽ സെൻസേഷൻസ്. ഇപ്പോൾ ജനറൽ സെൻസേഷൻസ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ മുകളിൽ വരുന്ന സെൻസേഷൻസ് ആണ്, ലൈക്ക് പെയിൻ, ടെമ്പറേച്ചർ, ടച്ച്, പ്രഷർ, വൈബ്രേഷൻ, ഇതൊക്കെ ജനറൽ സെൻസേഷൻസ് ആണ്. സ്പെഷ്യൽ സെൻസേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, വായ്, അതിൽ നിന്നൊക്കെ കിട്ടുന്ന സെൻസേഷൻസ്. ഇപ്പോൾ കണ്ണിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, വിഷൻ എന്ന് പറയുന്നത്, ദെൻ ഹിയറിങ്, ദെൻ സെൻസ് ഓഫ് സ്മെൽ ആൻഡ് സെൻസ് ഓഫ് ടേസ്റ്റ്, ഇതെല്ലാം സ്പെഷ്യൽ സെൻസസ് ആണ്. അപ്പോൾ അതിൽ ഈ ജനറൽ സെൻസേഷൻസിൽ അല്ലെങ്കിൽ ജനറൽ സെൻസേഷൻസിനെ ബ്രെയിനിലേക്ക് എത്തിക്കാനായിട്ട് വരുന്ന ന്യൂറോൺസ് യൂഷ്വലി
യൂണിപോളാർ ന്യൂറോൺസ് ആണ്. അവർ സെൻസറി ന്യൂറോൺസ് ആണ്. ഓക്കെ, എക്സ്ക്ലൂസീവ്ലി അവർ പ്യുവർലി സെൻസറി ന്യൂറോൺസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ സ്പെഷ്യൽ സെൻസസിൽ പറഞ്ഞ ഐ, നോസ്, ഇയർ ആൻഡ് ടങ്, ഇവിടെ കാണുന്ന സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത് ബൈപോളാർ ന്യൂറോൺസും ആണ്. എന്താണെങ്കിലും ജനറൽ സെൻസേഷൻസിൽ നമ്മുടെ സ്കിന്നിൽ കാണുന്ന ന്യൂറോൺസ് എല്ലാം തന്നെ യൂണിപോളാർ ന്യൂറോൺസ് ആണ് ആൻഡ് ദേ ആർ സെൻസറി ന്യൂറോൺസ്. സ്പെഷ്യൽ സെൻസസിൽ കാണുന്ന ബൈപോളാർ ന്യൂറോൺസ് ആണ്, ദേ ആർ ഓൾസോ സെൻസറി ന്യൂറോൺസ്. എന്തായാലും സെൻസറി ന്യൂറോൺസ് ആർ ന്യൂറോൺസ് ദാറ്റ് ക്യാരി സെൻസേഷൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ടു ബ്രെയിൻ. അപ്പോൾ അത് ബ്രെയിനിലേക്ക് സെൻസേഷൻ എത്തിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ അതിനുള്ള എന്താണ് റെസ്പോൺസ് എന്നുള്ളതൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ശേഷം അത് തിരിച്ച് ഓർഗൻസിലേക്ക് എത്തിക്കുന്ന ന്യൂറോൺസ് ആണ് മോട്ടോർ ന്യൂറോൺസ്. ന്യൂറോൺസ് ദാറ്റ് ക്യാരി റെസ്പോൺസ് ഫോർ സെൻസേഷൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബ്രെയിൻ ടു ദി ഓർഗൻസ്. അപ്പോൾ ഈ മോട്ടോർ ന്യൂറോൺസ് പൊതുവെ എല്ലാം തന്നെ മൾട്ടിപോളാർ ന്യൂറോൺസ് ആണ്. എല്ലാതും മൾട്ടിപോളാറാണ്. ഓക്കെ, ആൻഡ് ദെൻ കംസ് ദി അസോസിയേഷൻ ഓർ ഇൻ്റർ ന്യൂറോൺസ്, ഇൻ്റർമീഡിയറ്റ് ഓർ കണക്റ്റിംഗ് ന്യൂറോൺസ്. അതായത് ഇപ്പോൾ ചില കേസസിൽ സെൻസറി ന്യൂറോൺ ഡയറക്റ്റായിട്ട് മോട്ടോർ ന്യൂറോണുമായിട്ട് കണക്റ്റ് ചെയ്യും. അത് കൂടുതലും റിഫ്ലെക്സസിലൊക്കെയാണ് വരുന്നത്. അതല്ലെങ്കിൽ സാധാരണ സെൻസറി ന്യൂറോൺ എന്താ പറയുക, ബ്രെയിനിൽ പോയിട്ട് അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ പോയിട്ട് ഇൻഫോർമേഷൻ കൊടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് മോട്ടോർ ന്യൂറോണിലേക്ക് ആയിരിക്കില്ല. അതിൻ്റെ ഇടയിലൊരു എന്താ പറയുക, ദൂതനെ പോലെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ഒരു ന്യൂറോൺ വരും. അതാണ് ഇൻ്റർമീഡിയറ്റ് ന്യൂറോൺസ് അല്ലെങ്കിൽ കണക്റ്റിംഗ് ന്യൂറോൺസ്. ഇപ്പോൾ ഒരു സെൻസറി ന്യൂറോണിനെ മോട്ടോർ ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇടയിൽ നിൽക്കുന്ന ആളാണ് ഇൻ്റർമീഡിയറ്റ് ഓർ അസോസിയേഷൻ ന്യൂറോൺസ് ഓർ ഇൻ്റർ ന്യൂറോൺസ്. ഇത് സാധാരണ റിഫ്ലെക്സസിലാണ്, കൂടുതലും റിഫ്ലെക്സസിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ 3 ടൈപ്പ് ന്യൂറോൺസ് ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻ. സെൻസറി ന്യൂറോൺ, ദെൻ ഇൻ്റർ ന്യൂറോൺ ആൻഡ് ഫൈനലി ദി മോട്ടോർ ന്യൂറോൺ. ദെൻ ബേസ്ഡ് ഓൺ മൈലിൻ ഷീത്ത്, അത് ആദ്യമേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ആണ്. ആൻഡ് മൈലിൻ ഷീത്തിൻ്റെ പ്രസൻസിനെ ബേസ് ചെയ്തിട്ട് ന്യൂറോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ആസ് മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ഓർ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആൻഡ് അൺമൈലിനേറ്റഡ് ഓർ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് ഓർ നെർവ് ഫൈബേഴ്സ്. അപ്പോൾ മൈലിൻ ഷീത്ത് ഉള്ളതാണെങ്കിൽ മൈലിനേറ്റഡ്, അല്ലെങ്കിൽ അൺമൈലിനേറ്റഡ് ഓർ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ്. ഇങ്ങനെയാണ് അൺമൈലിനേറ്റഡ് ആൻഡ് മൈലിനേറ്റഡ് ന്യൂറോൺസ് വരുന്നത്. മൈലിൻ ഷീത്ത് കംപ്ലീറ്റ് ആയിട്ടും ആബ്സെൻ്റ് ആയിരിക്കും. മൈലിനേറ്റഡ് ന്യൂറോണിൻ്റെ മുകളിലാണെങ്കിൽ മൈലിൻ ഷീത്ത് പ്രസൻ്റ് ആയിരിക്കും. Then next is based on the diameter and conduction of nerve impulse. അപ്പോൾ ഓരോ ന്യൂറോൺസ്, എല്ലാ ന്യൂറോൺസും ഒരേ സൈസിലല്ല ഉണ്ടാവുക. ചിലത് നല്ല സൈസ് കൂടുതലായിരിക്കും, ചിലത് മോഡറേറ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഡയമീറ്ററിനെയും ബേസ് ചെയ്തിട്ട്, അത് മാത്രമല്ല എത്ര സ്പീഡിലാണ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടും ആയിട്ട് നമ്മൾ ന്യൂറോൺസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. ആ ക്ലാസിഫിക്കേഷന് മറ്റൊരു പേരും കൂടിയും പറയും, ദാറ്റ് ഈസ് എർലാംഗർ-ഗേസർ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ന്യൂറോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 types ആസ് ടൈപ്പ് എ നെർവ് ഫൈബേഴ്സ് വിച്ച് ആർ ദി തിക്കസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ടൈപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സ്. അപ്പോൾ ഏറ്റവും ഡയമീറ്റർ കൂടുതലുള്ളതും അതേപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുമാണ് ടൈപ്പ് എ നെർവ് ഫൈബേഴ്സ്. ദെൻ ടൈപ്പ് ബി നെർവ് ഫൈബേഴ്സ് ഓഫ് മോഡറേറ്റ് തിക്നെസ് ആൻഡ് ടൈപ്പ് സി നെർവ് ഫൈബേഴ്സ്, ദേ ആർ ദി തിന്നസ്റ്റ് ആൻഡ് സ്ലോവസ്റ്റ് ടൈപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സ്. അത് യൂഷ്വലി അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ ദി ഡയമീറ്റർ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. അതിലിപ്പോൾ ഈ എർലാംഗർ-ഗേസർ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ടേം ഓർത്തു വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിന് മുന്നേ ഉള്ള ഡയമീറ്റർ ആൻഡ് കണ്ടക്ഷൻ എന്നുള്ളതിൻ്റെയിലും അത് ഓർത്ത് വയ്ക്കാം. ദെൻ ബേസ്ഡ് ഓൺ ദി ലെങ്ത് ഓഫ് ആക്സോൺ. അപ്പോൾ എല്ലാ ന്യൂറോൺസിനെയും ആക്സോൺസിനും ഒരേ ലെങ്ത് ആയിരിക്കില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടും ന്യൂറോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 types ആസ് Golgi type 1 neurons with long axons and Golgi type 2 neurons with short axons. Then based on the type of neurotransmitter released. അപ്പോൾ ഈ ഒരു ന്യൂറോൺ അടുത്ത ന്യൂറോണുമായിട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ചില കെമിക്കൽസിൽ കൂടെയാണ്. അപ്പോൾ ഏത് തരം ന്യൂറോ ട്രാൻസ്മിറ്ററാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്ത് ന്യൂറോൺസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. ദേ ആർ കോളിനെർജിക് ന്യൂറോൺസ്, അതിൽ എസറ്റൈൽ കോളീൻ ആയിരിക്കും ന്യൂറോ ട്രാൻസ്മിറ്റർ. ദെൻ എഡ്രിനെർജിക് ന്യൂറോൺസ്, യൂഷ്വലി എഡ്രിനാലിൻ ഓർ നോർ എഡ്രിനാലിൻ ആയിരിക്കും അതിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ.
ദെൻ ഗാബാർജിക് ന്യൂറോൺസ്. ഗാബ എന്ന് പറയുന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ, ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അത് യൂഷ്വലി ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. എസറ്റൈൽ കോളിൻ എഡ്രിനാലിൻ എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റിമുലേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. എന്നുവെച്ചാൽ ഇമ്പൾസ് കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അടുത്ത ന്യൂറോണിലൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് എസറ്റൈൽ കോളിനും എഡ്രിനാലിനും. അതേസമയം ഗാബ എന്ന് പറയുന്നത് ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ ജനറേറ്റ് ആവാൻ പാടില്ല, ഇൻഫോർമേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവണം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗാബ. ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതാണ് ഗാബ. പിന്നെയും മറ്റ് ചില എന്താ പറയുക ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, എന്നാലും ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. ദെൻ ഗ്ലൂട്ടാമിനർജിക് ന്യൂറോൺസ്, ഇൻ വിച്ച് ഗ്ലൂട്ടാമേറ്റ് ഇസ് ദി ന്യൂറോ ട്രാൻസ്മിറ്റർ. ദെൻ ഡോപ്പാമിനർജിക് ന്യൂറോൺസ്, ഡോപ്പാമിനാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈ ഡോപ്പാമിനർജിക് ന്യൂറോൺസ് എന്ന് പറയുന്നത് ബ്രെയിനിൽ ഒരേ ഒരു ഭാഗത്ത് മാത്രമാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചറിൽ. അത് നമുക്ക് CNSൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ പാർട്ട് പഠിക്കുമ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കുന്നൊരു അസുഖമുണ്ട്, പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട്. ആ ഡിസീസ് വരാനുള്ള കാരണം ഈ ഡോപ്പാമിൻ റിലീസ് ചെയ്യുന്ന ന്യൂറോൺസ് നശിച്ചു പോകുമ്പോഴാണ്. അതൊരു ഹെറിഡിറ്ററി ഡിസോർഡറാണ്. അത് മാത്രമല്ല ചില കേസസിൽ ഹെറിഡിറ്ററി ആയിക്കൊള്ളണം എന്ന് നിർബന്ധവും ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് നിന്ന് പോകുമ്പോഴാണ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവുന്നത്. അത് ബേസൽ ഗാംഗ്ലിയയിലാണ് ഈ ന്യൂറോൺസ് കൂടുതലും കാണുന്നത്. ദെൻ ലാസ്റ്റ് ഇസ് സെറോട്ടോനർജിക് ന്യൂറോൺസ്. സെറോട്ടോണിനാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇത്രയും ടൈപ്സാണ് ഉള്ളത്. ഇനി ഇതിനൊക്കെ പുറമെ ഇപ്പോൾ പല ടൈപ്പിലുള്ള ന്യൂറോൺസ് പറഞ്ഞു, പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ന്യൂറോൺസിനെ പറ്റി പറഞ്ഞു. പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ ഒന്നും പെടാത്ത ചില ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്, അതാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് ഇസ് ബാസ്ക്കറ്റ് സെൽസ്. ദേ ആർ ഇന്റർന്യൂറോൺസ് സീൻ ഇൻ സെറിബ്രം ആൻഡ് സെറിബെല്ലം. ബാസ്ക്കറ്റ് സെൽസ് ആ പേര് പോലെ തന്നെ അതിൻ്റെ ആ ഒരു സോമ പോർഷൻ, അതായത് സെൽ ബോഡി പോർഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബാസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസും ഉണ്ടാവും, അതിൻ്റെ രണ്ട് സൈഡും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ആ ബേസായിട്ട് ഫോം ചെയ്യുന്നത് അതിൻ്റെ സെൽ ബോഡിയാണ്. ആക്സോണും ഡെൻഡ്രൈറ്റ്സും അതിൻ്റെ സൈഡ്സിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബാസ്ക്കറ്റ് പോലെയുള്ള ഷേപ്പിലിരിക്കുന്നത് കൊണ്ടാണ് ബാസ്ക്കറ്റ് സെൽസ് എന്ന് പറയുന്നത്. ദെൻ ബെഡ് സെൽസ് വിച്ച് ആർ ലാർജ് മോട്ടോർ ന്യൂറോൺസ്. ദെൻ മീഡിയം സ്പൈനി ന്യൂറോൺസ് ഇൻ കോർപ്പസ് സ്ട്രയേറ്റം. കോർപ്പസ് സ്ട്രയേറ്റം എന്ന് പറയുന്നതും ബേസൽ ഗാംഗ്ലിയയിൽ കാണുന്ന ന്യൂറോൺസ് ആണ്, ബേസൽ ഗാംഗ്ലിയയിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് കോർപ്പസ് സ്ട്രയേറ്റം. അവിടെ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ആണ് സ്പൈനി ന്യൂറോൺസ്. അത് സ്പൈൻ ലൈക്ക് പ്രൊജക്ഷൻസ് അതിൻ്റെ മുകളിലുണ്ട്. ദെൻ പർക്കിഞ്ചി സെൽസ് ഇൻ സെറിബെല്ലം. ദെൻ പിരമിഡൽ സെൽസ്, ന്യൂറോൺസ് വിത്ത് ട്രയാങ്കുലർ സോമ. ട്രയാങ്കുലർ ഷേപ്ഡ് സെൽ ബോഡിയുള്ള ന്യൂറോൺസ് ആണ് പിരമിഡൽ സെൽസ്. അതും കൂടുതലും സെറിബെല്ലത്തിൽ കാണുന്നതാണ്. ദെൻ റെൻഷോ സെൽസ്, ബോത്ത് എൻഡ്സ് ലിങ്ക് ടു ആൽഫ മോട്ടോർ ന്യൂറോൺസ്. റെൻഷോ സെൽസും ഇതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻഹിബിറ്ററി ന്യൂറോൺസ് ആണ്. അത് സ്പൈനൽ കോഡിലാണ് കൂടുതലും കാണുന്നത്. ദെൻ ഗ്രാന്യൂൾ സെൽസ്, ആൻറ്റീരിയർ ഹോൺ സെൽസ്, അതും സ്പൈനൽ കോഡിൽ അതിൻ്റെ ഗ്രേ മാറ്ററിൽ കാണുന്നതാണ്. Then spindle cells, interneurons that connect widely separated areas of the brain. അപ്പോൾ ഇതാണ് അപ്പാർട്ട് ഫ്രം ദി പ്രീവിയസ്ലി ക്ലാസിഫൈഡ് ടൈപ്സ് നമ്മുടെ ബ്രെയിനിൽ കാണുന്ന അല്ലെങ്കിൽ എൻറ്റയർ നെർവസ് സിസ്റ്റത്തിൽ കാണുന്ന മറ്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺസിനെ പറ്റി പറയാനുള്ളത്. ദെൻ മൂവിങ് ഓൺ ടു ദി നെർവ് ഇഞ്ചുറി. ഇവിടെ ജസ്റ്റ് നെർവ് ഇഞ്ചുറി എന്തൊക്കെയാണ് എന്നുള്ളതും എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷനിലേക്ക് പോകുന്നില്ല, ഒരു സൂപ്പർഫിഷ്യൽ പാർട്ട് മാത്രമായിട്ടാണ് പറയുന്നത്. സോ നെർവ് ഡീജനറേഷൻ ആണ് ആദ്യം പറയുന്നത്, പിന്നെ അതിനുശേഷം വളരെ ബ്രീഫായിട്ട് റീജനറേഷൻ കൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവ്സിൻ്റെ റീജനറേഷൻ എന്ന് പറയുന്നത് വളരെ റെയർ കേസസിൽ മാത്രം നടക്കുന്നതാണ്. അല്ലെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള ഡാമേജ് ഒന്നും അല്ലെങ്കിൽ റീജനറേഷൻ പോസിബിളാണ്. പക്ഷേ സപ്പോസ് ആ നെർവ് രണ്ടായിട്ട് മുറിഞ്ഞു പോവുകയാണ്, അങ്ങനെ മുറിഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അത് റീജനറേഷൻ പോസിബിലിറ്റീസ് വളരെ 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 കുറവാണ്.
ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ റീജനറേഷൻ ഇല്ലാത്ത ഒരു സെൽ നമ്മുടെ ശരീരത്തിലുള്ളത് ന്യൂറോൺസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാം. ആദ്യം വരുന്നത് ഡീജനറേഷനാണ്. ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ദി നെർവ് ഫൈബർ ആൻഡ് സെൽ ബോഡി അപ്പോൺ ആൻ ഇഞ്ചുറി. എന്തെങ്കിലും തരത്തിലുള്ളൊരു മുറിവ് സംഭവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ആക്സോൺ പാർട്ടിലും സെൽ ബോഡിയിലും വരുന്ന ചേഞ്ചസ് ആണ് ഡീജനറേറ്റീവ് ചേഞ്ചസ്. അതിന് 2 തരം നെർവ് ഡീജനറേഷൻസ് ആണുള്ളത്. ആൻഡ് ഇറ്റ് മേ ഒക്കർ ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ, ലോക്കൽ ഇഞ്ചെക്ഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ്, ക്രഷിംഗ് ഓഫ് നെർവ് ഫൈബർ ഓർ ട്രാൻസെക്ഷൻ ഓഫ് നെർവ് ഫൈബർ. അപ്പോൾ ഇതിൽ ഈ ക്രഷിംഗ് ഓഫ് നെർവ് ഫൈബർ ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. നമ്മളിപ്പോൾ കുറച്ച് നേരത്തേക്ക് തലയ്ക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, തലയുടെ മുകളിൽ കൈ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ താടിയിൽ കൈ ഇങ്ങനെ താങ്ങി വെച്ച് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ താടി വെച്ചിരുന്ന ഭാഗം നമുക്ക് പതുക്കെ ഇങ്ങനെ തരിക്കാൻ തുടങ്ങും. ആ തരിപ്പ് കുറച്ച് കഴിഞ്ഞാൽ മാറുകയും ചെയ്യും, അത് സാധാരണ സംഭവിക്കുന്നതാണ്. പക്ഷേ അത് കുറച്ച് കൂടുതൽ നേരം അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ നെർവിന് ചെറിയൊരു കംപ്രഷൻ വരും. അങ്ങനെ കംപ്രഷൻ വന്ന് അത് കുറച്ചും കൂടി ഭയങ്കരമായിട്ടുള്ള ഇതായിട്ട് വരികയാണെങ്കിൽ, കംപ്രഷൻ ആവുകയാണെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ദ ക്രഷിംഗ് ഓഫ് ദി നെർവ്. ഇനി അത് മാത്രമല്ല, അതൊരു സിമ്പിൾ ഇതായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. ബട്ട് അതല്ലാതെ ഇപ്പോൾ നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചതവ് സംഭവിച്ചു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചതവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ടിഷ്യൂസ് മാത്രമല്ല അവിടുത്തെ നെർവ്സിനും ഇതേപോലെ തന്നെ ചെറിയൊരു ചതവ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ 2 തരത്തിലുള്ള ഡീജനറേഷനാണ് ഉള്ളത്. ദേ ആർ വെല്ലേറിയൻ ഡീജനറേഷൻ, ഡീജനറേഷൻ ഓഫ് നെർവ് ഫൈബർ ബിലോ ദി പോയിൻ്റ് ഓഫ് നെർവ് ഡാമേജ്, യൂഷ്വലി ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ആക്സോൺസ്. അപ്പോൾ എവിടെയാണോ ഡാമേജ് സംഭവിച്ചത് അല്ലെങ്കിൽ എവിടെയാണോ ഒരു മുറിവുണ്ടായിട്ടുള്ളത് ആ മുറിവിൻ്റെ താഴെ ഭാഗത്തേക്ക്, ആക്സോണിൻ്റെ ഭാഗത്തേക്ക് ഡീജനറേഷൻ സംഭവിക്കുന്നതാണ് വെല്ലേറിയൻ ഡീജനറേഷൻ. പിന്നെ റിട്രോഗ്രേഡ് ഡീജനറേഷൻ, ദാറ്റ് ഈസ് ഡീജനറേഷൻ ഓഫ് നെർവ് ഫൈബർ എബവ് ദി പോയിൻ്റ് ഓഫ് നെർവ് ഡാമേജ്, യൂഷ്വലി ടുവേർഡ്സ് ദി സെൽ ബോഡി ഓഫ് ന്യൂറോൺ. അപ്പോൾ മുറിവുണ്ടായ ഭാഗത്തു നിന്നും സെൽ ബോഡിയുടെ ഭാഗത്തേക്ക്, ടുവേർഡ്സ് ദി സെൽ ബോഡിയിലേക്ക് ഡീജനറേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതാണ് റിട്രോഗ്രേഡ് ഡീജനറേഷൻ. ഈ വെല്ലേറിയൻ ഡീജനറേഷൻ ആണെങ്കിൽ പിന്നെയും അവിടെ റീജനറേഷൻ പോസിബിലിറ്റീസ് കൂടുതലാണ്. ഓക്കെ, റീജനറേഷൻ പോസിബിളാണ് ഉറപ്പായിട്ടും. പക്ഷേ റിട്രോഗ്രേഡിൻ്റെ കേസിൽ അത് കുറച്ചൊരു എന്താ പറയുക, ഒരു ത്രെട്ടനിങ് കേസാണ്. എന്താ വെച്ചെങ്കിൽ അവിടെ ആ സെൽ ബോഡിയുടെ അങ്ങോട്ടേക്ക് ആയത് കാരണം എന്തെങ്കിലും കാരണവശാൽ സെൽ ബോഡിയുടെ അകത്തു നിന്നും ആ ന്യൂക്ലിയസ് പുറത്തേക്ക് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ റീജനറേഷൻ പോസിബിൾ അല്ല. ന്യൂക്ലിയസ് ആണല്ലോ ആ ഒരു സെല്ലിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ന്യൂക്ലിയസ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ റീജനറേഷൻ പോസിബിൾ അല്ല. അപ്പോൾ റിട്രോഗ്രേഡിൽ റീജനറേഷൻ ചാൻസസ് കുറവാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറവാണ്. അത് എത്രമാത്രം ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ആ ഒരു റീജനറേഷൻ പാർട്ടും കൂടിയും കാണിച്ചതാണ്. അപ്പോൾ മുറിവുണ്ടായ ഭാഗത്തുനിന്ന് ടുവേർഡ്സ് ദി ആക്സോൺ പോർഷൻ ഡീജനറേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡീജനറേഷൻ സംഭവിച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി പിന്നെ അവിടെ നിന്നും പുതിയ ആക്സോണൈറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അത് റീജനറേഷൻ പാർട്ടും കൂടിയും കാണിച്ചിരിക്കുന്നു. ഇതിൽ ഈ പിക്ചറിൽ മുറിവുണ്ടായ ഭാഗം, ആ ഭാഗത്തു നിന്നും ആ സെൽ ബോഡിക്ക് വന്ന മാറ്റങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, സെൽ ബോഡി അതുവരെയും ഓക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഡീജനറേഷൻ തുടങ്ങിയപ്പോഴേക്കും പതുക്കെ സെൽ ബോഡിയുടെ ആ ഒരു ഷേപ്പൊക്കെ മാറി അതിൻ്റെ ന്യൂക്ലിയസൊക്കെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ ചേഞ്ചസ് വരുന്നതാണ് റിട്രോഗ്രേഡ് ഡീജനറേഷൻ. ഇതിൽ നെർവ് ഡാമേജ് എവിടെയാണോ അല്ലെങ്കിൽ മുറിവ് എവിടെയാണോ സംഭവിച്ചത് അവിടെ നിന്നും ടുവേർഡ്സ് ആക്സോൺ പോർഷനിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് വെല്ലേറിയൻ ഡീജനറേഷൻ. ആൻഡ് ടുവേർഡ്സ് ദി സെൽ ബോഡി പോർഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റിട്രോഗ്രേഡ് ഡീജനറേഷൻ. Then next is regeneration. It is the regrowth of lost or destroyed part of nerve fiber. Starts as early as 4th day after injury, becomes more effective only after 30 days and is completed in about 80 days. അപ്പോൾ ഒരു നെർവ് ഡാമേജ്
ഒരു മീഡിയം രീതിയിൽ അല്ലെങ്കിൽ മോഡറേറ്റ് രീതിയിലൊരു നെർവ് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 80 ദിവസം, അതായത് ഏകദേശം ഒരു 3 മാസത്തോളം എടുക്കും അതൊന്ന് ക്ലിയറായി വരാൻ. ഈ ചതവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ 3 മാസത്തോളം എടുക്കും അതൊന്ന് ക്ലിയർ ആയിട്ടൊക്കെ വരാനായിട്ട്, റീജനറേഷനൊക്കെ കംപ്ലീറ്റ് ആവാൻ. അത് കഴിഞ്ഞാൽ മാത്രമാണ് ആ നെർവ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ഇത്രയും മാത്രം പറഞ്ഞ് നിർത്തുന്നു. So this much about nerve degeneration and regeneration. Then next is about neuroglia. ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത് ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസാണ്. നെർവസ് സിസ്റ്റത്തിൽ തന്നെ കാണുന്ന ന്യൂറോൺസിൻ്റെ കൂടെ കാണുന്ന സെൽസാണ് ന്യൂറോഗ്ലിയ. ദേ ആർ ദി സപ്പോർട്ടിംഗ് സെൽസ് ഓഫ് നെർവസ് സിസ്റ്റം. യെസ്, അപ്പോൾ അവർ ന്യൂറോൺസിൻ്റെ കൂടെ നിൽക്കും. അത് പല തരത്തിലുണ്ട്. എന്തായാലും ന്യൂറോൺസിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സെൽസാണ് ന്യൂറോഗ്ലിയ. സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് നെർവസ് സിസ്റ്റം. ആൻഡ് അത് മാത്രമല്ല, ന്യൂറോൺസിൽ നിന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോൺസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സെൽസാണ്, അല്ലേ, ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടത്തുന്ന സെൽസാണ്. ആൻഡ് ദേ ആർ എക്സൈറ്റബിൾ, അതായത് ഒരു സ്റ്റിമുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് വെച്ചിട്ട് ആക്ടിവേറ്റഡ് ആകും, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ജനറേറ്റ് ചെയ്യും, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത് അങ്ങനെയൊരു സംഭവമില്ല. ദേ ഡു നോട്ട് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ആൻഡ് ആർ നോട്ട് എക്സൈറ്റബിൾ. ന്യൂറോൺസിനെ പോലെ സ്റ്റിമുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആവുമോ അതല്ലെങ്കിൽ അത് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാനോ അതൊന്നും സഹായിക്കില്ല. അതാണ് ന്യൂറോഗ്ലിയൽ സെൽസിൻ്റെ പ്രത്യേകത. ദേ ആർ ജസ്റ്റ് ദി സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് നെർവസ് സിസ്റ്റം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോഗ്ലിയ. ഇപ്പോൾ ന്യൂറോഗ്ലിയനെ 2 മെയിൻ പാർട്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സെൻട്രൽ ന്യൂറോഗ്ലിയൽ സെൽസ് ആൻഡ് പെരിഫറൽ ന്യൂറോഗ്ലിയൽ സെൽസ്. അതിൽ സെൻട്രൽ ന്യൂറോഗ്ലിയൽ സെൽസ് വീണ്ടും 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: ആസ്ട്രോസൈറ്റ്സ്, മൈക്രോഗ്ലിയ ആൻഡ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. പെരിഫറൽ ന്യൂറോഗ്ലിയൽ സെൽസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: ഷ്വാൻ സെൽസ് ആൻഡ് സാറ്റലൈറ്റ് സെൽസ്. ഇതിൽ ഈ സെൻട്രൽ പെരിഫറൽ എന്നുള്ള ടേം യൂസ് ചെയ്തത് സെൻട്രൽ ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും കാണുന്ന ന്യൂറോഗ്ലിയയാണ്. പെരിഫറൽ ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത് നമ്മുടെ പെരിഫറൽ നെർവ്സ്, സൊമാറ്റിക് നെർവ്സ് ആൻഡ് ഓട്ടോണോമിക് നെർവ്സ്, അവിടെ കാണുന്ന ന്യൂറോഗ്ലിയയുമാണ്. അപ്പോൾ ആദ്യം സെൻട്രൽ ന്യൂറോഗ്ലിയ, അതിലത്തെ ഫസ്റ്റ് വൺ ആസ്ട്രോസൈറ്റ്സ്. ദേ ആർ സ്റ്റാർ ഷേപ്ഡ് സെൽസ്, സ്റ്റാർ ഷേപ്ഡ് ന്യൂറോഗ്ലിയൽ സെൽസ് ആണ്. അത് 2 ടൈപ്പ് ഉണ്ട്: പ്രോട്ടോപ്ലാസ്മിക് ആൻഡ് ഫൈബ്രസ് ആസ്ട്രോസൈറ്റ്സ്. അതിൽ ഫൈബ്രസ് ആസ്ട്രോസൈറ്റ്സ് cover the synapses. They play an important role in the formation of blood-brain barrier seen in the white matter. അപ്പോൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്രെയിൻ ടിഷ്യൂവിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, നെറ്റ് വെച്ചിട്ടൊരു തൊപ്പി ഉണ്ടാക്കിയിട്ട് ആ തൊപ്പി തലയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ബ്രെയിൻ ടിഷ്യൂവിന് ചുറ്റും ഇത് ഒരു നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിനെയാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ബ്ലഡ് വെസൽസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സർക്കുലേറ്ററി പാത്വേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടെ ബ്രെയിൻ ടിഷ്യൂവിന് ആവശ്യമുള്ള സാധനങ്ങളെ മാത്രമേ കടത്തി വിടുകയുള്ളൂ. ഭയങ്കര ചെക്കിംഗ് ആണ് അവിടെ. അപ്പോൾ അവിടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ഗ്ലൂക്കോസ്, അതേപോലെ തന്നെ അത്യാവശ്യം ചില ഡ്രഗ്സ്, ചില മരുന്നുകൾ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട്സ്, അങ്ങനെയൊക്കെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ മാത്രമേ അതിൽ കൂടെ ബ്രെയിൻ ടിഷ്യൂവിലേക്ക് കടത്തി വിടുകയുള്ളൂ. ബാക്കിയുള്ള ഒരു സാധനത്തിനെയും അവിടെ കടത്തി വിടില്ല. അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അപ്പോൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഫൈബ്രസ് ആസ്ട്രോസൈറ്റ്സ് ആണ് അല്ലെങ്കിൽ ആസ്ട്രോസൈറ്റ്സ് ആണ്. ആൻഡ് പ്രോട്ടോപ്ലാസ്മിക് ആസ്ട്രോസൈറ്റ്സ് ആർ സീൻ ഇൻ ദി ഗ്രേ മാറ്റർ. ബ്രെയിനകത്ത് അല്ലെങ്കിൽ നെർവസ് ഇതിൽ CNS ബ്രെയിൻ ആസ് വെൽ ആസ് സ്പൈനൽ കോഡ്, അവിടെ 2ഇടത്തിലും ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് 2 പാർട്സ് ഉണ്ട്. അത് നമുക്ക് ബ്രെയിനിൻ്റെയൊക്കെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ ആ ഭാഗങ്ങളിലാണ് അല്ലെങ്കിൽ ഗ്രേ മാറ്ററിലാണ് പ്രോട്ടോപ്ലാസ്മിക് ആസ്ട്രോസൈറ്റ്സ് കാണുന്നത്, വൈറ്റ് മാറ്ററിൽ ഫൈബ്രസ് ആസ്ട്രോസൈറ്റ്സുമാണ് കാണുന്നത്. ദെൻ ഫങ്ഷൻസ്: സപ്പോർട്ടിംഗ് നെറ്റ്വർക്ക്, then form blood-brain barrier, provide calcium and potassium, regulate neurotransmitter level and regulate their recycling. മെയിനായിട്ടും
ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഫോർമേഷനാണ് ആസ്ട്രോസൈറ്റ്സ് സഹായിക്കുന്നത്. നെക്സ്റ്റ് ഇസ് മൈക്രോഗ്ലിയ. ദേ ആർ ദി സ്മോളസ്റ്റ് ന്യൂറോഗ്ലിയ. മൈക്രോഗ്ലിയ എന്നാണ്, ഏറ്റവും ചെറിയ ന്യൂറോഗ്ലിയാണ്. അവരെ ബ്രെയിൻ മാക്രോഫേജസ് എന്ന് പറയും. ബ്രെയിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് വരികയാണെങ്കിൽ ഫാഗോസൈറ്റോസിസ് കൂടെ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മൈക്രോഗ്ലിയ. ആൻഡ് ദി തേർഡ് ടൈപ്പ് ഓഫ് സെൻട്രൽ ന്യൂറോഗ്ലിയ ഈസ് ദി ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ദേ പ്രൊവൈഡ് മൈലിൻ ഷീത്ത് ടു ദി നെർവ്സ് ഇൻ ദി CNS. അപ്പോൾ ബ്രെയിനിലും സ്പൈനൽ കോർഡിലും കാണുന്ന നെർവ്സ് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വരുന്ന ന്യൂറോൺസിന് മൈലിൻ ഷീത്ത് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഷ്വാൻ സെൽസ്. അത് പെരിഫറൽ ന്യൂറോഗ്ലിയൽ സെൽസ് ആണ്. ദേ പ്രൊവൈഡ് മൈലിൻ ഷീത്ത് ടു ദി നെർവ്സ് ഇൻ ദി PNS, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് നെർവ്സിന് മൈലിൻ ഷീത്ത് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഷ്വാൻ സെൽസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സാറ്റലൈറ്റ് സെൽസ്. സാറ്റലൈറ്റ് സെൽസ് എന്ന് പറയുന്നത് ഈ പെരിഫറൽ നെർവ്സിന് ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അതേപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിൻ്റെ ആ ഒരു കെമിക്കൽ എൻവയറമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെയാണ് അവരുടെ ഫംഗ്ഷൻ. സപ്പോർട്ട് ചെയ്യുക, അതാണ് അവരുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയുമാണ് ദി ടൈപ്സ് ഓഫ് ന്യൂറോഗ്ലിയൽ സെൽസ് ആൻഡ് ന്യൂറോഗ്ലിയ. അപ്പോൾ ഇത്രയും about the introduction to nervous system.